ഹായ് ഹലോ. കുറച്ച് കാലത്തെ കാത്തിരിപ്പാണ് കേട്ടോ ഇത് നടക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ, വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. ഒരു ചട്ടിച്ചോറ് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ തന്നെയാണ് സ്വന്തമായിട്ട്. അത് നമ്മളങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചിങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ സ്വന്തമായിട്ട് ഇങ്ങനെ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ അരീക്കോട് ടൗണിൽ പോയി. നല്ല പച്ചച്ചീര കണ്ടപ്പോൾ ആ ചീര മേടിച്ചു. നല്ല ചട്ടി അതും മേടിച്ചു. ഇപ്പം അതിനൊരു കുറവ് വേണ്ടല്ലോ വെച്ചിട്ട് നല്ല ഓട്ടർ ഉണ്ടാക്കുന്ന ചട്ടിയും അങ്ങോട്ട് മേടിച്ചു. കുറച്ച് ചിക്കനും അങ്ങ് മേടിച്ചു. ഇനിയിപ്പോൾ ആ ഒരു പോരായ്മ വേണ്ടല്ലോ. നമ്മുടെ ഒരു സിമ്പിൾ ചട്ടിച്ചോറാണെങ്കിലും വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ചിക്കനോ മീനോ എന്തെങ്കിലും ഇല്ലാണ്ട് എന്ത് ചട്ടിച്ചോറാല്ലേ. അപ്പോൾ അതങ്ങ് മേടിച്ചു. അങ്ങനെ വീട്ടിലെത്തി ചീര അരിഞ്ഞ് ചീരക്കറി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ഇപ്പോൾ. ഇവിടെ തേങ്ങാക്കൊത്തിട്ട് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും വരട്ടി ഉണ്ടാക്കണം, ചാറ് പറ്റില്ല. വരട്ടി ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് നല്ല ഇഷ്ടം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിക്കൻ കറി സെറ്റാക്കുകയാണ് കേട്ടോ. ചിക്കൻ കറിക്കെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ചിക്കൻ എടുത്തിടുക. ചിക്കൻ എടുത്തിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കിയിട്ട് ഒരു കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം കുക്കറിലായതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് വരും, ചിക്കനിൽ നിന്ന് വെള്ളം കുറേ ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഒരു തുള്ളി ഉണ്ടോ, ഒരു തുള്ളി വെള്ളം മാത്രം നമുക്ക് ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. എനിക്ക് വഴുതനങ്ങ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വഴുതനങ്ങ അങ്ങനെ ചെറുതാക്കി നീളത്തിൽ ഇങ്ങനെ അരിയില്ലേ, അങ്ങനെ അരിഞ്ഞിട്ട് വഴുതനങ്ങ നല്ല റോസ്റ്റ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇത് ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാ. അങ്ങനെ ഉപ്പേരി സെറ്റായി. ഇനിയാണ് മക്കളെ നമ്മുടെ താരം വരുന്നത്. ചട്ടി, അടിപൊളി ചട്ടി. ആ ചട്ടിയുടെ ഭംഗി കണ്ടിട്ടോ ഞാൻ ചട്ടിച്ചോറ് ഉണ്ണാനൊരു പൂതി ഇതായത്. അങ്ങനെ നല്ല ചൂട് ചോറ് വിളമ്പി, നല്ല ചീരക്കറി അങ്ങോട്ട് വിളമ്പി, അതിന് ശേഷം കുറച്ച് ഉപ്പേരി അതിട്ടു. അങ്ങനെ ചിക്കൻ കറി വറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ടില്ല. അങ്ങനെ സമയം എടുത്ത് പതുക്കെ വറ്റി വരണ്ട് വന്നോട്ടെ. ഓക്കെ. പിന്നെ അച്ചാറിട്ടു, നാരങ്ങച്ചാറായിട്ടുള്ളത്. എനിക്ക് നാരങ്ങച്ചാറ് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മാങ്ങച്ചാറ് അല്ലെങ്കിൽ വെളുത്തുള്ളി അച്ചാറ് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത്. എനിക്ക് നാരങ്ങച്ചാറിനോട് ഒട്ടും താല്പര്യം ഇല്ല. പിന്നെ ഒരു ഇടണ്ടേ, ചട്ടിച്ചോറാകുമ്പോൾ എല്ലാ കുറച്ച് ഡിഷസ് വേണ്ടേന്ന് വെച്ചിട്ട് ഇട്ടതാട്ടോ. പിന്നെ നല്ല കട്ട തൈര് ഉണ്ടായിരുന്നു, ആ തൈര് ഒഴിച്ചു. പിന്നെ കാന്താരി ഉണ്ടായിരുന്നു സുർക്കയിലിട്ടത്, അതും ഇട്ടു. എന്നിട്ട് കൂട്ടി അങ്ങോട്ട് കുഴച്ചൊരു പിടി പിടിച്ച എൻ്റെ സാറേ അടിപൊളി കേട്ടോ, അടി സക്കയാണ്. ഒരു കാന്താരി അങ്ങോട്ട് കടിച്ചാൽ പിന്നെ ഇവിടുന്ന് അനങ്ങൂല മക്കളെ, അത്രയ്ക്ക് എരിവാണ് ആ കാന്താരി എന്ന് പറയണത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ.